കേരള ഗവൺമെൻറ്റിന് ഈ മണ്ടൻ AKG സെൻറ്ററിൽ ഇരിക്കുന്നവന്മാർ ലോകത്തിൻ്റെ ചേഞ്ചസ് അറിയുന്നില്ല. കാരണം പുതിയ 11 കിലോമീറ്റർ ബോറ് ചെയ്യാൻ പറ്റുന്ന, അതായത് തുരങ്കം ഒരു ദിവസം, ആ മിഷൻ ഉള്ളപ്പോഴും തൂണിൽ കൂടെ പോകണം, പാലം ഉണ്ടാക്കണം, കോപ്പുണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഇവന്മാർക്കൊന്നും ബേസിക്കലി ഈ കാര്യത്തെപ്പറ്റി യാതൊരു ബോധവുമില്ല. റിട്ടയർ ചെയ്ത് കുറച്ച് ഹാൻഡുകളെ എടുത്ത് വെക്കും. പിന്നെ റെയിൽവേയിൽ കുറച്ച് വിദഗ്ധന്മാർ, AKG ഭവനിലിരിക്കുന്ന കുറച്ച് മണ്ടക്കൊടാപ്പന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് സത്യം പറഞ്ഞതിൻ്റെ കുളവാക്കുന്നത്. അതിൻ്റെ ചിലവെത്ര? ഇപ്പം ഇതിൻ്റെ ശ്രീധരൻ പറയുന്ന ഏകദേശം 1 ലക്ഷം കോടി കടുപ്പിച്ച് 25,000 കോടിയുള്ളൂ. തലവെടുക്കാൻ പ്രശ്നമില്ല. മാക്സിമം ബോർ ചെയ്ത് മറ്റുള്ള ഭാഗം മേളിൽ കൂടെ കയറി പോകുന്നു. എക്സിസ്റ്റിംഗ് പ്ലാൻ അതും ശരിയാക്കി എടുക്കുന്നു. കാരണം അഡീഷണലായിട്ട് 2 ലൈൻ വെക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. എത്ര സിമ്പിളായുള്ള കാര്യത്തെയാണ് വലിച്ചഴച്ച് നാശമാണ്. കാരണം ഇവർക്കെല്ലാം ഇതിനകത്ത് ശ്രീധരൻ സാറിൻ്റെ കാര്യമല്ല, ഈ കേരളം ഭരിക്കുന്ന പൊളിറ്റീഷ്യൻ മറ്റുള്ളവർക്കെല്ലാം ആവശ്യമുണ്ട്. ഇങ്ങനൊരു പ്രപ്പോസൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്താൽ ഇതിന് വലിയ താമസമൊന്നുമില്ല. ഒറ്റ ആഴ്ച കൊണ്ട് ഇത് അപ്രൂവൽ ചെയ്ത് കൈ കൊടുക്കും. എൻ്റെ റെയിൽവേയുടെ പുരോഗതി ഉണ്ടാകാൻ പോവാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ണടച്ചത് പ്രപ്പോസൽ സാക്ഷൻ കൊടുക്കും.